ഞങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്നതാണ് ഇരുമ്പ് പാലം. ഇരുമ്പ് പാലത്തിൻ്റെ താഴെയാണ് ഞാനും മോനും കൂടെ ജസ്റ്റ് ഇവിടെ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ പഴയകാല ചെറിയൊരു പരിപാടി ഓർമ്മ വന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് ഞാൻ കാണിച്ചത്. അപ്പോൾ ഈ പരിപാടി തുടങ്ങണേക്ക് ഒരു കാര്യം പറയട്ടെ. ഇത് എൻ്റെ ചെറുപ്പകാലത്തിലെ ചെറിയ കുറച്ച് കാര്യങ്ങൾ എൻ്റെ മകനിലേക്ക് ഞാൻ പാസ് ചെയ്ത് വിടുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളും ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ ചെറുപ്പത്തിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നൊസ്റ്റാൾജി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ബോട്ട്. ചെറിയൊരു തെർമോക്കോൾ കഷ്ണവും 2 ഈർക്കിലിയും ഒരു പ്ലാസ്റ്റിക് കവറും വെച്ചുണ്ടാക്കിയ ബോട്ട്. എന്നിട്ട് തിരിയണം ബോട്ട് തിരിയണം. നേരെ അങ്ങോട്ട് പോയാൽ നമുക്ക് പിടിക്കാം. ഇതാണ് നമുക്കൊരു തെർമോക്കോൾ പീസ് കിട്ടിയതാണ്. നമ്മുടെ ഈ പുഴയിൽ കൂടെയൊക്കെ ഒഴുകി വരുന്ന തരത്തിലുള്ള തെർമോക്കോൾ പീസ്. ഞാൻ നോക്കിയപ്പോൾ ഇതിനൊരു ബോട്ടിൻ്റെ ഷേപ്പ്. എന്നാൽ ശരി, ബോട്ട് ഉണ്ടാക്കിയേക്കാന്ന് വെച്ചു. ഞാൻ ആദ്യം ജസ്റ്റ് ഒരു ബാക്കിലൊരു ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ആംഗിളിൽ വെച്ചാണ്. പുഴയ്ക്ക് വളവ് ഇങ്ങോട്ടാണ്. അപ്പം ഈ സാധനം വെച്ചിട്ട് ജസ്റ്റ് നടുക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ ഇത് ഒരു കഷ്ണം കടലാസ് കിട്ടിയിട്ടുണ്ട്. അതിൽ 2 ഈർക്കിൽ കുത്തിയിട്ട് നമ്മൾ നേരെ ബോട്ടിൽ ഇങ്ങനെ കുത്തുവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെയിൽ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സെയിൽ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ കാറ്റ് പിടിക്കുമ്പോൾ നമുക്ക് ബോട്ട് മറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബോട്ട് മറഞ്ഞു കൊണ്ടിരിക്കാനായിട്ട് കുറച്ച് കല്ല് ഇവിടെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എടുത്തിട്ട് ഇതിൻ്റെ ബാക്കിലിടാം. ഒരാളിവിടെ ഭയങ്കര ഹാപ്പിയാണ്. ഒരു ഹായ് പറഞ്ഞു പോവേ. ഇങ്ങോട്ട് നോക്കി പറയും. അപ്പോൾ പുള്ളി ഇതൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ സെറ്റപ്പ്. ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ലതാണോ? ഇനി എന്നിട്ട് എന്ത് ചെയ്യാൻ പോണ്? നമുക്കിത് വെള്ളത്തിൽ വരാം. അടുത്ത് തന്നെ ബോട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെടുത്ത് കരയിൽ തന്നെ വെക്കാം. അപ്പം കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളായിട്ട് ഈ എന്താ പറയുക വേസ്റ്റൊക്കെ വെള്ളത്തിലിട്ടുന്ന വെള്ളം നശിപ്പിക്കേണ്ട. അതുകൊണ്ട് കളിച്ച് കഴിഞ്ഞ് നമുക്കിതെടുത്ത് മാറ്റി വയ്ക്കാം. ജെല്ലി ഫിഷിനെ കണ്ടിട്ടുണ്ടോ?
കാണാൻ പറ്റുന്ന കണ്ടത് അതാണ് ജെല്ലി ഫിഷ്. ഈ ഫോൺ എപ്പോഴാണ് വെള്ളത്തിൽ വീണതെന്ന് എനിക്കൊരു വീഡിയോ അറിയില്ല. വീണ് കഴിഞ്ഞാൽ എന്താ അല്ലേ തൃപ്പൂണിത്തറയുടെ ഒരു ഭംഗി. ഇത്രയുള്ള ഇന്നത്തെ അഡ്വഞ്ചർ ചുമ്മാ തമാശയ്ക്ക് ചെയ്ത വീഡിയോ ആണ്. എന്നാൽ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക. ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് വിടുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് വിടുകയാണ്. മഴയൊക്കെ പെയ്തു തുടങ്ങി. ബൈ 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 പറഞ്ഞു. ബൈ ബൈ പറഞ്ഞു. ബൈ ബൈ. ബൈ ബൈ.